ഹലോ ഓൾ. അപ്പൊ ഇനിയൊരു പ്രത്യേക ആമുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇന്നലെ കണ്ട മനോഹരമായ കലവറ കാഴ്ചകളും പിൻവാതിലിൽ നടക്കുന്ന അക്ഷീണ പ്രവർത്തനങ്ങളും എല്ലാം എന്തിന്റെ ആയിരുന്നു? കാന്തള്ളൂർ നഗർ വെൽഫെയർ അസോസിയേഷൻ നടത്തുന്ന കാന്തള്ളൂരപ്പന്റെ വേട്ട സദ്യയാണ്. ഇന്ന് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇവിടെ മൊത്തവും ആൾക്കാരായിരിക്കും. അന്നം ഭക്ഷിക്കാനായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ അന്നദാനം മഹാദാനം എന്ന ആശയത്തിന് പിന്നെയും ഊന്നൽ കൊടുത്തുകൊണ്ടാണ് കാന്തള്ളൂർ നഗർ വെൽഫെയർ അസോസിയേഷൻ ഈ വർഷവും വേട്ടസദ്യ 2023 നടത്താൻ പോകുന്നത്. ഒരു 11:30-ക്കുള്ളിലായിരിക്കും ബഹുമാനപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ അവർക്ക് ഈ വേട്ടസദ്യ ഉദ്ഘാടനം ചെയ്യുക. അദ്ദേഹം മാത്രമല്ല, നഗരസഭയിലെ കുറച്ച് ഓഫീസേഴ്സും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. അങ്ങനെ അവരും വേട്ടസദ്യ കഴിച്ച് വിളമ്പിയിട്ടായിരിക്കും പോവുക. അതാണ് ഈ ഒരു വേട്ടസദ്യയുടെ തുടക്കം എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഔദ്യോഗികമായ ഒരു ചടങ്ങൊക്കെ ഉണ്ടാവും. അങ്ങനെ അതെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. സോ ഇനി ഞാൻ പോകാൻ പോകുന്നത് എന്തായി, ആ അവസാന ഘട്ട പ്രിപ്പറേഷൻസ് ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ഈ വേട്ടസദ്യയുടെ ഒരു മനോഹരമായ എടുക്കാൻ പറ്റുന്ന അത്രയും കാഴ്ചകൾ ഞാൻ എടുക്കാം. ഇനി അവിടെ പോയി നമുക്ക് ലൈവായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം മൊത്തവും തിരക്കായിരിക്കും, നിൽക്കാൻ പോലും നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ മുഴുവൻ കാഴ്ചകൾ എടുത്തിട്ട് എന്തെങ്കിലും വിശേഷങ്ങൾ പ്രധാനമായും വരുമ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. സോ പ്ലീസ് സബ്സ്ക്രൈബ് ഇമോട്ടീവ്ലി യുവേഴ്സ്. ഈ പ്ലാസ്റ്റിക് നിരോധനം കൊണ്ട് ഈ സ്റ്റീൽ പ്ലാസ്റ്റിക് ഒരു സമയത്ത് 250 പേർക്ക് കഴിക്കാൻ പറ്റും. ഒരു സമയത്ത് 250 പേർക്ക് 4 റോ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ എത്ര പന്തികളായിരിക്കും എന്ന് ആലോചിക്കുക. എല്ലാം തയ്യാറാണ്, എല്ലാം വളരെ ശുദ്ധമായി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാണ്, എല്ലാം തയ്യാറാണ്. ഇപ്പൊ മണിക്കൂറുകളേ ഉള്ളൂ പോവാനായിട്ട്. അങ്ങനെ പറഞ്ഞുറപ്പിച്ച പോലെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കപ്പെട്ടു. 2 വർഷത്തെ കോവിഡ് മഹാമാരിക്ക് ശേഷം കാന്തള്ളൂരപ്പന്റെ വേട്ടസദ്യ മനോഹരമായി സമാരംഭിച്ചു. 3 തരം അച്ചാറുകൾ മുതൽ കിച്ചടി, തോരൻ, അവിയൽ, കൂട്ടുകറി, പപ്പടം എല്ലാം അടങ്ങിയ ഒന്നാം തരം കേരള സദ്യ. എത്ര പേർ പള്ളിവേട്ട സദ്യ ഭക്ഷിക്കുവാൻ വേണ്ടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ആൾക്കാരുടെ ഒഴുക്കായിരുന്നു ഇപ്രാവശ്യം ചിന്നച്ചാല കണ്ടത്. ആരാധ്യയായ മേയർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്തുകയും വേട്ടസദ്യ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. മറ്റു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സദ്യ കഴിക്കുന്നതിന് മുമ്പ് ഒരു വലിയ പ്രസംഗം കേൾക്കാനുള്ള തീർച്ചയായും കാന്തള്ളൂർ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വേട്ടസദ്യക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഇനിയുള്ള വർഷങ്ങളിലെല്ലാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ എല്ലാ ഭക്തജനങ്ങളും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യം വിഭവസമൃദ്ധമായ സദ്യ കാന്തള്ളൂരപ്പന് നൈവേദ്യം ചെയ്യാനായി തിരുമേനി എത്തി. പിന്നീട് എല്ലാ വിഭവങ്ങളിലേക്കും മഹേശ്വരന്റെ പുണ്യതീർത്ഥം തെളിക്കുകയും ചെയ്യും. അങ്ങനെ ആദ്യത്തെ പന്തിയിൽ തന്നെ 245 പേരോളം അന്നം ഭക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതാ കാന്തള്ളൂർ നഗർ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വേട്ടസദ്യ അതിഗംഭീരമായി പ്രൗഢമനോഹരമായി നടന്നു.
കഴിക്കുന്നില്ലേ? മാമ കഴിക്കുന്നില്ലേ? അയ്യോ, യൂട്യൂബ് ഉണ്ടായിരുന്നു കേട്ടോ, വീഡിയോ ഉണ്ടായിരുന്നു. കണ്ടായിരുന്നു. അതൊക്കെ ഇഷ്ടപ്പെട്ട ചേച്ചി? അങ്ങനെ 11:45 ആരംഭിച്ച വേട്ട സദ്യ 4 മണിക്കാണ് അവസാനിച്ചത്. 4 മണിക്ക് ഞങ്ങളുടെ ഊഴമായിരുന്നു. കാന്തല്ലൂരപ്പൻ്റെ വേട്ട സദ്യ മനോഹരമായി നടന്നു എന്ന സംതൃപ്തിയോടൊപ്പം വയറ് നിറച്ച് ഞങ്ങളും ഭക്ഷിച്ചു. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം.